എന്തോ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത പോലെ. അതെ ഭരത്തെ, ശരിക്കും അത് ഈ യൂണിഫോമിന്റെ പവർ തന്നെയാ. പിന്നെ അടുക്കള പണി ചെയ്യുന്നത് അത്ര മോശമായ കാര്യമാണോ? വലിയ മുതലാളിയാകുന്നതിന് മുൻപ് ഗോപാൽജിയും ഈ പണി തന്നെയല്ലേ ചെയ്തിരുന്നത്? അപ്പോ കൊച്ചേട്ടൻ വീണ്ടും കളത്തിലിറങ്ങിയല്ലേ? ജീവിക്കണ്ടേ മോനെ. സുധിസാറുണ്ടായിരുന്നെങ്കിൽ കൊച്ചേട്ടനെ വീട്ടിലെ കാല് നീട്ടി ഇരുന്നാ മതിയായിരുന്നു. കാല് നീട്ടി ഇരുന്നില്ലെങ്കിലും ആരുടെയും കാല് പിടിക്കാതെ ഒന്ന് ജീവിച്ചാ മതി. അറിയാലോ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ യൂണിഫോം സ്വന്തമാക്കിയത്. ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല ഗോപാൽജി. ഈ കർഷകരെ സമ്മതിക്കണം കേട്ടാ. എന്താ സർ? ഞാൻ ഈ പാടത്തിറക്കിയിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നടു പൊട്ടി. അപ്പൊ ഒരു ദിവസം മുഴുവൻ ഇതിനകത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. റിയലി ഹോറബിൾ. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരാ സർ. വല്ലപ്പോഴും ഒരിക്കല് ആർക്കെങ്കിലും ഒക്കെ അത് മനസ്സിലാവും. പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഒരു വിലയും കിട്ടില്ല സർ. ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ. ഏതാടാ ഈ കാശ്? എന്റെ ആദ്യത്തെ സാലറി ചേച്ചി. ഇപ്പോഴാണ് ചേച്ചി ഞാൻ പഠിച്ചു നേടിയ ഈ ജോലിക്കൊരു പൂർണ്ണത ഉണ്ടായത്.